ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്വേഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളെക്കുറിച്ചുമാണ്. അതായത് നമ്മുടെ നിലവിലെ മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളെക്കുറിച്ചുമാണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. LDSCക്കും അതുപോലെ തന്നെ LGSനും വരുന്ന എല്ലാ എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എന്നുള്ളത്. നിലവിൽ 15ാം കേരള നിയമസഭയാണ് നിലനിൽക്കുന്നത്. അതിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് നമ്മൾ നോക്കുന്നത്. അതായത് പുതുതായിട്ട് ഇപ്പോൾ 2 മന്ത്രിമാരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വകുപ്പുകളും കൂടിയിട്ടാണ് വരുന്നത്. ആകെ മൊത്തം 21 മന്ത്രിമാരാണ് ഉള്ളത്. കേരള നിയമസഭയിലെ അല്ലെങ്കിൽ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് വരുന്നത്. ആദ്യമായി വരുന്നത് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഭരണ വകുപ്പുകളാണ് നോക്കുന്നത്. പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പൊതുഭരണം, അഖിലേന്ത്യാ സേവനങ്ങൾ, ആസൂത്രണം, സാമ്പത്തിക കാര്യങ്ങൾ, ശാസ്ത്രം, പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം, പേഴ്സണൽ, ഭരണപരിഷ്കാരങ്ങൾ, തിരഞ്ഞെടുപ്പ് സംയോജനം, വിവരസാങ്കേതിക വിദ്യ അതായത് IT, വിവരസാങ്കേതിക വിദ്യ, ദുരിതാശ്വാസം, സൈനിക ക്ഷേമം, സംസ്ഥാന ആതിഥ്യം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിലുമായി ബന്ധപ്പെട്ടവ, അതുപോലെ തന്നെ അന്തർ സംസ്ഥാന നദീജലവുമായി ബന്ധപ്പെട്ട് തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ നാവിഗേഷൻ, കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, പ്രവാസി കേരളീയരുടെ കാര്യങ്ങൾ, ആഭ്യന്തരം, വിജിലൻസ്, സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയിലുകൾ, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, പ്രധാനപ്പെട്ട എല്ലാ നയപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റെവിടെയും പരാമർശിക്കാത്ത കാര്യങ്ങളും വരുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. പിണറായി വിജയനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഓർത്ത് വയ്ക്കുക. PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ ഒരു വകുപ്പ് തന്നിട്ട് ഇത് ആരുടെ കീഴിൽ, ആരാണ് ഇപ്പോഴത്തെ ഈ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അടുത്തതായി വരുന്നത് ശ്രീ K രാജനാണ്. റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ് ശ്രീ K രാജൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് രേഖകൾ, ഭൂപരിഷ്കരണം, ഭവന നിർമ്മാണം. ശ്രീ K രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ്. ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് രേഖകൾ, ഭൂപരിഷ്കരണം, ഭവന നിർമ്മാണം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത്. അടുത്തതായി വരുന്നത് KB ഗണേഷ് കുമാറാണ്. KB ഗണേഷ് കുമാർ ഈ റീസെൻ്റായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് ഗതാഗത വകുപ്പ്. KB ഗണേഷ് കുമാറിൻ്റെ വകുപ്പുകൾ ഗതാഗത വകുപ്പ്. അതിൻ്റെ കീഴിൽ വരുന്നത് റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം. KB ഗണേഷ് കുമാറിൻ്റെ കീഴിൽ വരുന്ന വകുപ്പ്, അതായത് ഗതാഗത വകുപ്പിൻ്റെ കീഴിൽ വരുന്നത് റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നിവയാണ്. അടുത്തതായി വരുന്നത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഗണേഷ് കുമാറും ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഈ റീസെൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വകുപ്പുകൾ വരുന്നത് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പ് മന്ത്രി. ഓക്കെ, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പ് എന്നിവയാണ് വരുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പ് മന്ത്രി എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ. ശ്രീ റോഷി അഗസ്റ്റിൻ്റെ വകുപ്പുകളാണ് ജലവിഭവ വകുപ്പ് മന്ത്രി. ശ്രീ റോഷി അഗസ്റ്റിൻ മന്ത്രി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ, വകുപ്പ് ഏതാണ് ചോദിച്ചാൽ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭ ജല വകുപ്പ്, ജലവിതരണം, ശുചിത്വം എന്നിവയാണ്. ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, അതുപോലെ തന്നെ ഭൂഗർഭ ജല വകുപ്പ്, ജലവിതരണം, ശുചിത്വം എന്നിവയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ കീഴിൽ വരുന്നത്. അതായത് ജലവിഭവ വകുപ്പിൻ മന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പുകൾ. അടുത്തതായി വരുന്നത് ശ്രീ K കൃഷ്ണൻകുട്ടി, വൈദ്യുതി മന്ത്രിയാണ് അദ്ദേഹം. K കൃഷ്ണൻകുട്ടിയുടെ വകുപ്പ് വരുന്നത് വൈദ്യുതി മന്ത്രിയാണ്. വൈദ്യുതി അനർട്ട്, വൈദ്യുതി മന്ത്രി, വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വരുന്നത്. K കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ്. അടുത്തത് ശ്രീ AK ശശീന്ദ്രൻ. ശ്രീ AK ശശീന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് വനം, വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. വനം, വന്യജീവി വകുപ്പ് മന്ത്രി. വനങ്ങൾ, വന്യജീവി സംരക്ഷണം എന്നിവയാണ് AK ശശീന്ദ്രൻ്റെ വകുപ്പിൽ വരുന്നത്. അതായത് വനം, വന്യജീവി വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. വനങ്ങളും വന്യജീവി സംരക്ഷണവുമാണ് AK ശശീന്ദ്രൻ്റെ കീഴിൽ വരുന്നത്. അടുത്തതായി വരുന്നത് ശ്രീ MP രാജേഷ്. ശ്രീ MP രാജേഷാണ്. തദ്ദേശ സ്വയംഭരണവും എക്സൈസുമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ. MP രാജേഷിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണം, എക്സൈസ്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം MP രാജേഷിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രാമവികസനം, നഗരാസൂത്രണം, പ്രാദേശിക വികസന അതോറിറ്റികൾ,
കില, എക്സൈസ് എന്നിവയെല്ലാം വരുന്നത് MP രാജേഷിൻ്റെ കീഴിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഗ്രാമവികസനം, നഗരാസൂത്രണം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില, എക്സൈസ് എന്നിവയെല്ലാം വരുന്നത് MP രാജേഷിൻ്റെ കീഴിലാണ്. അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീ വി അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, തപാൽ, ടെലഗ്രാഫ്, റെയിൽവേ മന്ത്രി, ന്യൂനപക്ഷ ക്ഷേമം. വി അബ്ദുൾ റഹ്മാൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, തപാൽ, ടെലഗ്രാഫ്, റെയിൽവേ മന്ത്രി, അതുപോലെ ന്യൂനപക്ഷ ക്ഷേമം എന്നിവ. അടുത്തതായി വരുന്ന മന്ത്രിയാണ് അഡ്വക്കേറ്റ് GR അനിൽ. അഡ്വക്കേറ്റ് GR അനിലിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകളാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എന്നറിയപ്പെടുന്നത് GR അനിലാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യം, അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി. GR അനിലിൻ്റെ കീഴിൽ വരുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. അതുപോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യം, ലീഗൽ മെട്രോളജി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ. അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീ KN ബാലഗോപാൽ. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ ധനകാര്യം, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, ചരക്ക് സേവന നികുതി, കാർഷിക ആദായ നികുതി, ട്രഷറികൾ, ലോട്ടറികൾ, സ്റ്റേറ്റ് ഓഡിറ്റ്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, സ്റ്റേറ്റ് ഇൻഷുറൻസ്, കേരള ഫിനാൻസ്, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും. KN ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം ധനകാര്യ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ധനകാര്യം, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, ചരക്ക് സേവന നികുതി, കാർഷിക ആദായ നികുതി, ട്രഷറികൾ, ലോട്ടറികൾ, സ്റ്റേറ്റ് ഓഡിറ്റ്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, സ്റ്റേറ്റ് ഇൻഷുറൻസ്, കേരള ഫിനാൻസ്, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളുമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത്. അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീ വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസവും തൊഴിലുമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസം, സാക്ഷരത പ്രസ്ഥാനം, തൊഴിലും പരിശീലനവും, വൈദഗ്ധ്യം, പുനരധിവാസം, ഫാക്ടറികളും ബോയിലറുകളും, അതുപോലെ തന്നെ ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ, ലേബർ കോടതികൾ. വി ശിവൻകുട്ടിയുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാക്ഷരത പ്രസ്ഥാനം, തൊഴിലും പരിശീലനവും, വൈദഗ്ധ്യം, പുനരധിവാസം, ഫാക്ടറികളും ബോയിലറുകളും, ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ, ലേബർ കോടതികൾ എന്നിവ. അടുത്തതായി വരുന്ന മന്ത്രിയാണ് ഡോക്ടർ R ബിന്ദു. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളാണ് R ബിന്ദുവിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി ശിവൻകുട്ടിയാണ്. ഉന്നതതല വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ R ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, കൊളീജിയേറ്റ്, അതായത് കൊളീജിയേറ്റ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സർവകലാശാലകളിൽ വരുന്നത് അഗ്രികൾച്ചർ, വെറ്റിനറി സർവകലാശാലകൾ, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ, അതുപോലെ സർവകലാശാലകളുടെ ഒഴിവ്, പ്രവേശന പരീക്ഷകൾ, അതായത് എൻട്രൻസുകൾ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം, സാമൂഹ്യനീതി എന്നിവയാണ് R ബിന്ദുവിൻ്റെ കീഴിൽ വരുന്നത്. ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, കൊളീജിയേറ്റ്, അതായത് കോളേജ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, അതിൽ വരുന്നത് അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ, അതുപോലെ തന്നെ സർവകലാശാലകളുടെ ഒഴിവ്, പ്രവേശന പരീക്ഷകൾ, അതായത് എൻട്രൻസുകൾ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം, സാമൂഹ്യനീതി എന്നിവ. വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി ശിവൻകുട്ടിയാണ്. ഉന്നതതല വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ R ബിന്ദുവാണ്. അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീമതി J ചിഞ്ചുറാണി. ചിഞ്ചുറാണിയുടെ കീഴിൽ വരുന്ന വകുപ്പുകൾ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റികൾ. ശ്രീമതി ചിഞ്ചുറാണിയുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റികൾ. അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. ആരോഗ്യം, വനിത, ശിശുക്ഷേമ മന്ത്രിയാണ് വീണ ജോർജ്. ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യം, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ, സ്ത്രീ ശിശുക്ഷേമം. അതായത് ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ, തദ്ദേശീയ വൈദ്യം, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ, സ്ത്രീ ശിശുക്ഷേമം എന്നിവയാണ് ശ്രീമതി വീണ ജോർജിൻ്റെ കീഴിൽ വരുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പുകൾ.
അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീ വി എൻ വാസവൻ. സഹകരണ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ. സഹകരണവും തുറമുഖ വകുപ്പുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. വി എൻ വാസവൻ സഹകരണ വകുപ്പ് മന്ത്രിയാണ്. സഹകരണവും തുറമുഖ വകുപ്പുമാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ശ്രീ പി എ മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്തും ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീ പി രാജീവ്, നിയമ വ്യവസായ മന്ത്രിയാണ് പി രാജീവ്. നിയമം അതുപോലെ വ്യാവസായിക സഹകരണ സ്ഥാപനങ്ങളാണ് വ്യവസായങ്ങളിൽ വരുന്നത്. വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി തുണിത്തരങ്ങളും ഖാദി, ഗ്രാമ വ്യവസായങ്ങൾ, കയറ്, കശുവണ്ടി വ്യവസായങ്ങൾ, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിവയാണ് പി രാജീവിൻ്റെ കീഴിൽ വരുന്നത്. നിയമം, വ്യവസായങ്ങൾ അതായത് വ്യാവസായിക സഹകരണ സ്ഥാപനങ്ങൾ, വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമ വ്യവസായങ്ങൾ, കയറ്, കശുവണ്ടി വ്യവസായങ്ങൾ, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിവയാണ് പി രാജീവിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ. അടുത്തതായി വരുന്ന മന്ത്രിയാണ് ശ്രീ പി പ്രസാദ്. പി പ്രസാദിൻ്റെ കീഴിൽ വരുന്ന വകുപ്പാണ് കൃഷിമന്ത്രിയാണ് പി പ്രസാദ്. കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവയാണ് പി പ്രസാദ് മന്ത്രിയുടെ കീഴിൽ വരുന്നത്. കൃഷിമന്ത്രിയാണ്. കൃഷി, മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവയാണ് കൃഷിമന്ത്രിയായ പി പ്രസാദിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ. അടുത്തതായി വരുന്ന മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, ദേവസ്വം, പാർലമെൻ്ററി കാര്യം എന്നിവയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, ദേവസ്വം, പാർലമെൻ്ററി കാര്യം എന്നിവയാണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. അടുത്തതായി വരുന്ന മന്ത്രിയാണ് സജി ചെറിയാൻ. ശ്രീ സജി ചെറിയാനാണ് ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാലകൾ, യുവജനകാര്യം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാൻ. ശ്രീ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാലകൾ, അതുപോലെ തന്നെ യുവജനകാര്യം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. നമ്മളിപ്പോൾ 21 മന്ത്രിമാരെ നോക്കി അല്ലേ. ശ്രീ പിണറായി വിജയൻ, ശ്രീ കെ രാജൻ, ശ്രീ കെ ബി ഗണേഷ് കുമാർ, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ എ കെ ശശീന്ദ്രൻ, ശ്രീ എം ബി രാജേഷ്, ശ്രീ വി അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് ജി ആർ അനിൽ, ശ്രീ കെ എൻ ബാലഗോപാൽ, ശ്രീ വി ശിവൻകുട്ടി, ഡോക്ടർ ആർ ബിന്ദു, ശ്രീമതി ജെ ചിഞ്ചുറാണി, ശ്രീമതി വീണ ജോർജ്, ശ്രീ വി എൻ വാസവൻ, ശ്രീ പി എ മുഹമ്മദ് റിയാസ്, ശ്രീ പി രാജീവ്, ശ്രീ പി പ്രസാദ്, ശ്രീ കെ രാധാകൃഷ്ണൻ, ശ്രീ സജി ചെറിയാൻ എന്നിവരാണ് 21 മന്ത്രിമാർ. 3 വനിതകളാണ്. 15ാം മന്ത്രിസഭയിലെ 3 വനിതകളാണ് ഉള്ളത്. മൊത്തം 21 വരെ, മുഖ്യമന്ത്രി അടക്കം 21 പേരാണ് നിലവിലെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ. PSCയിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓരോ മന്ത്രിമാരെ തന്നിട്ട് അവരുടെ വകുപ്പുകൾ ചോദിക്കുക, അല്ലെങ്കിൽ വകുപ്പ് തന്നിട്ട് ഇത് ഏത് വകുപ്പ് മന്ത്രിയാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.